നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് വയറ്. ഇപ്പോൾ പൊതുവേ നിസ്കാരം കാര്യങ്ങളും വ്യായാമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നിടത്താണ് കൂടുതൽ നമ്മളെ നാട്ടിലത്തെ ആളുകൾക്ക് തൽപരരായിട്ടുള്ളത്. അപ്പോൾ ഈ തൽപരരായിട്ട് അവർ ഭക്ഷണം നല്ലപോലെ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ OP-കളിൽ വരുന്ന കേസുകളും എന്താണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാനാണ് പറഞ്ഞു കൊടുക്കാൻ നല്ലത്? നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരു നോമ്പ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അത് മെയിനായിട്ട് നമ്മൾ ഈ കുടിക്കുന്ന ചായ, അതേപോലെ കോഫി, ഇതിനെ കൊണ്ട് കഫൈന് ടാനിൻ പറഞ്ഞ സാധനമുണ്ട്. അതേപോലെ ഇതെന്താക്കും നമ്മുടെ അബ്സോർപ്ഷൻ പവർ കുറക്കും, അതേപോലെ നമ്മളെ നോസിയ വോമിറ്റിംഗ് പോലെ ടെൻഡൻസി കൂട്ടും. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താക്കും അബ്സോർപ്ഷൻ പവർ കുറയുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കും നല്ലോണം ഉണ്ടാവും.